ഹായ് ഓൾ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ വളരെ വിഷമത്തോടു കൂടി അല്ലെങ്കിൽ നല്ല കുറച്ച് ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാൻ വണ്ടി കച്ചവടം ഭയങ്കര മോശമായ സമയത്ത് കടന്നു വന്നത്. ആ വീഡിയോ ഇറങ്ങിയതോടുകൂടി വീണ്ടും ബിസിനസ് വളരെയധികം കൂടി ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ വണ്ടികളെല്ലാം മാത്രമല്ല ഒരുപാട് വണ്ടികൾ കുറേ വിൽക്കുകയും വീണ്ടും വളരെ സന്തോഷം. ഞാൻ ഭയങ്കര ഒരു ഇഷ്ടടിച്ചാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത്. വണ്ടി വിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു വളരെ സിറ്റുവേഷനാണ് കടന്നത്. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യമായിരിക്കാം എന്താണ് വണ്ടികളെല്ലാം വിറ്റു. ആളുകൾ എന്നെ ഒരുപാട് സഹായിച്ചു. കേരളത്തിലെ ഏറ്റവും വിലക്കുറവിൽ കാരണം എന്നുള്ളതാണ് മറീൻസ് എന്ന എൻ്റെ ലക്ഷ്യം. അതുകൂടാതെ വാങ്ങുന്ന വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുക, ബൈബാക്ക് കൊടുക്കുക, നാളെ എപ്പോഴാണെങ്കിലും എന്തെങ്കിലും കാലത്ത് വിൽക്കുമ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള ശ്രമിക്കും. അതാണ് മറ്റുള്ള കച്ചവടക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഞാൻ ചെയ്യുന്നത്. ബൈബാക്ക് പ്ലസ് ഗ്യാരണ്ടി പ്ലസ് നമ്മുടെ വണ്ടിക്ക് ഫുൾ എന്താണോ അവരുടെ കസ്റ്റമേഴ്സിനാണ് ബുദ്ധിമുട്ട് ഒരു 90% വരെ ഞാൻ ആ പരാതി പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഈ എപ്പിസോഡിലൊരു 10-30 വണ്ടി കാണിക്കുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. എല്ലാവരും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. ഞാനൊരു സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ വണ്ടികളാണ് കൂടുതൽ വിൽക്കാനാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള പല ആളുകളുടെയും മിക്ക ആളുകളുടെയും ഒരു സ്വപ്നമാണ് ചെറിയൊരു വണ്ടി മേടിക്കാൻ. പലർക്കും നടക്കാതെ പോകുന്ന ആഗ്രഹം. ഞാനത് സജ്ജീകരിക്കാൻ 30,000 രൂപ മുതൽ വണ്ടികളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. എന്നും വീണ്ടും ഞാൻ പറയുന്നത് സാധാരണക്കാരൻ്റെ കൂടെയാണ്. അപ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികൾ ഉള്ള വണ്ടികൾ ഞാൻ വേണ്ടി കാണിച്ചാണ്. കഴിയുന്ന ആൾക്കാർ ഒന്ന് കണ്ട് സഹകരിച്ച് വണ്ടി വാങ്ങാൻ നോക്കുക, ശ്രമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ സാധാരണക്കാരന് എന്നും ആശ്രമിക്കാവുന്ന പണികളൊന്നുമില്ലാത്ത അവൻ്റെ പോക്കറ്റിൽ നിന്ന് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയാണിത്. ഇത് 2001 മോഡൽ 800 AC ആണ്. AC വർക്കിക്കുന്ന എനിക്കറിയില്ല. പേപ്പർ ഒരു 2-3 കൊടുത്ത പേപ്പർ ബാക്കിയുണ്ട്. വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ വില വെറും 29,999 രൂപ. 29,999 രൂപയ്ക്ക് 800 AC വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. വെറും 29,999 രൂപയ്ക്ക് നിങ്ങൾക്ക് 2001 മോഡൽ ഒരു 3 കൊല്ലത്തെ പേപ്പർ ബാക്കിയുള്ള 800 തരുന്നതായിരിക്കും. ഓക്കെ. മറ്റൊരു മാരുതി ഡിമാൻഡുള്ള വണ്ടിയാണ് മാരുതി സ്വിഫ്റ്റ്. ഞാൻ എപ്പോഴും മാരുതി സ്വിഫ്റ്റിൻ്റെ പറ്റും കൊടുത്താൽ അപ്പോൾ തന്നെ വണ്ടി വിറ്റ് പോവാണ്. ഇപ്പോഴും മാർക്കറ്റുള്ള വണ്ടി തന്നെയാണ് മാരുതി സ്വിഫ്റ്റ്. ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. LXIയിൽ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. 70,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് LXI വൈറ്റ്. വില റീപ്ലേസ് ഇല്ല. വാറണ്ടി കൂടി നിങ്ങൾക്ക് 4,85,000 രൂപ വരാം. ഒരു 4,50,000 രൂപയും ലോൺ ചെയ്യാം. ഒരു 35,000 രൂപ ഉള്ള ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കസ്റ്റമർക്കാണെങ്കിൽ ഈ വണ്ടി ഒരു 35,000 രൂപ മുടക്കിയിട്ട് ഈ വാഹനം സ്വന്തമാക്കാം. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്ന XUV ആണ് നെക്സോൺ. ഇപ്പോൾ ഏതാണ്ട് 2ാം സ്ഥാനത്താണെങ്കിലും ടാറ്റയുടെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വാഹനമാണ് നെക്സോൺ. അന്ന് ഇറങ്ങിയ കാലം മുതൽ ഇപ്പോഴും ഡിമാൻഡുള്ള എല്ലാ വേരിയൻറ്റും ഉണ്ട്. ഇലക്ട്രിക് എല്ലാം ഉള്ള വണ്ടികളാണ് ഇപ്പോൾ. ഇത് 2021 എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പുതിയ വണ്ടി മേടിച്ച NRAയുടെ വണ്ടിയാണ്. അയാൾ ഭാര്യയും ഭർത്താവും UK പോയി. അതവൻ വെറുതെ വീട്ടിലൊരു കാര്യമില്ലാന്ന് എന്നോട് കൊടുക്കാൻ ഏൽപ്പിച്ചാണ്. ഇതിൻ്റെ 2021 മോഡൽ വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റ് ഇടി തട്ടുമുട്ടൊന്നുമില്ല. അവർ അന്ന് മേടിക്കുമ്പോൾ 10.25 ലക്ഷം രൂപയ്ക്കാണ് അവർ മേടിച്ചത്. ഇതിൻ്റെ വില ഇപ്പോൾ നമ്മൾ വില 6,75,000. ഇത് സൺറൂഫുണ്ട്, അലോയുണ്ട്, എല്ലാം ഒന്നും ചെയ്യണ്ട. ഒരു സ്റ്റാച്ചു ഒരു വണ്ടിയില്ല. 2021 മോഡൽ നെക്സോൺ വിത്ത് വാറണ്ടിയോട് കൂടി. എൻ്റെ വാറണ്ടി കൂടാണ്ട് കമ്പനി 5 ഇയർ വാറണ്ടി ഉണ്ട്. എനിക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. 5 വർഷം വാറണ്ടിയുള്ള വണ്ടിയാണ്. അത് 2021 മോഡൽ നെക്സോൺ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ വില 6,75,000 രൂപയാണ്. 6,75,000 രൂപയും നമുക്ക് ലോൺ കൊടുക്കാം. ഓക്കെ. ഇത് മാരുതിയുടെ മറ്റൊരു ഡിമാൻഡുള്ള വണ്ടിയാണ്. ബ്രസ ഡീസലാണ്. ഇത് ബ്രസ ഡീസൽ LD ഓപ്ഷൻ 16 മോഡലാണ്. ഇതിനകത്ത് അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. AC പോസിറ്റീവ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS എല്ലാം എല്ലാം ഉണ്ട്. റീപ്ലേസ് ഇല്ല. സിംഗിൾ ഓണറാണ്. ഒരു 5,000 രൂപ വർക്കുണ്ട്. ചെറിയ സ്ക്രാച്ച് അവിടെ കാണുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. 2016 മോഡല് ബ്രസ LD ഓപ്ഷനാണ്. ഇതിൻ്റെ വില വന്നിട്ട് വെറും 5 lakh rupees ആണ്. 5 ലക്ഷം രൂപ നമ്മൾ 2016 ബ്രസ
ഡീസൽ വണ്ടി, സിംഗിൾ ഓണർ, 5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓണോടി വിത്ത് വാറണ്ടി കൂടി ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു ഡിമാൻഡുള്ള വണ്ടിയാണ് 2017 മോഡൽ ഓൾട്ടോ K10 VXi. വെറും 2000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ, 2000 കിലോമീറ്റർ ഓടി, 2017 മോഡൽ ഓൾട്ടോ K10 VXi. ഇതിൻ്റെ വില 2,75,000 രൂപ, 2,50,000 രൂപ. ഒരു സാധാരണക്കാരന് ഏറ്റവും പറ്റിയ വണ്ടിയാണ്. ഒരു മാസം ഒരു 5,000 രൂപ അടച്ചു കഴിഞ്ഞു ഈ വണ്ടി നിങ്ങൾക്ക് സുഖമായിട്ട് ഗുണനടക്കാം. 2,50,000 ലോൺ തരാം. 2017 മുതൽ ഓൾട്ടോ VXi K10. ഇതിൻ്റെ വില വന്നിരിക്കുന്നത് 2,75,000. വെറും 2,000 കിലോമീറ്റർ, ഷോറൂം കണ്ടീഷൻ, പുത്ത വണ്ടി എങ്ങനെയൊക്കെയോ അതുമായിരിക്കും. ഓക്കെ, ചെറുപ്പക്കാരഹരമായ ഒരു വണ്ടിയാണിത്. പോളോ ഡീസൽ GT ഡീസൽ 1.5 ആണ്. 2 വണ്ടിയാണ്. പോളോ GT ഡീസൽ 1.5 2015 മോഡൽ. ഇതിൻ്റെ വില 3,75,000 രൂപ. ഓൾമോസ്റ്റ് ഫുൾ ലോൺ കൊടുക്കാം. 2003 ചെറുപ്പക്കാരും അല്ലെങ്കിൽ അതുപോലെ തന്നെ വണ്ടി ഡ്രൈവിംഗ് കംഫർട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഡ്രൈവിംഗ് ലോങ് ഒക്കെ പോകാൻ ആൾക്കാർക്കാണ് ഏറ്റവും നല്ലത്. കുറച്ച് സർവീസ് കോസ്റ്റിന് എക്സ്പെൻസ് ആയിരിക്കും മറ്റു വണ്ടിയെ അപേക്ഷിച്ച്. പോളോയ്ക്ക് എക്സ്പെൻസ് ആണ്, പക്ഷേ ഇതിൻ്റെ കംഫർട്ടൊന്നും വേറൊരു ഈ മിഡിൽ ക്ലാസ്സിലുള്ള വണ്ടി, ഈ വന്ന ക്ലാസ്സിലുള്ള വണ്ടികൾക്കും കിട്ടില്ല. അതാണ് ഈ പോളോൻ്റെ വേറെ തുരുപിടിക്കില്ല. ഇതിൻ്റെ ബോഡി സ്ട്രോങ് ആണ്, എൻജിൻ സ്ട്രോങ് ആണ്, നല്ല മൈലേജ് ഉണ്ട്. ഫ്ലൈവേസ് വെഹിക്കിളാണ്. 2015 മോഡൽ 1.5 എഞ്ചിനാണ്. ഈ എഞ്ചിൻ നല്ല പവറാണ്. 1.5 എഞ്ചിൻ 2015 പോളോ GT ഡീസൽ മാനുവൽ 3,75,000 രൂപ. ഓക്കെ, ലേഡീസ് പറ്റിയ ഒരു വണ്ടിയാണത്. 2014 മോഡൽ ഗ്രാൻഡ് ആയിട്ട് ഫുൾ ഓപ്ഷൻ പുഷ് സ്റ്റാർട്ടൊക്കെയുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കാണ്. അതാണ് ലേഡീസ് വണ്ടി. ഇത് 2014 മോഡൽ സെക്കൻഡ് ഓണറാണ്. ഏതാണ്ട് 80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ, നല്ല റേറ്റ്, നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നല്ല ഓട്ടോമാറ്റിക് 2014 മോഡൽ ഗ്രാൻഡ് ആയിട്ട്. ഇതിൻ്റെ വില 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയും നമ്മൾ ലോൺ അറേഞ്ച് തരുന്നതായിരിക്കും. 14 മോഡൽ ഗ്രാൻഡ് ആയിട്ട് ഓട്ടോമാറ്റിക് സ്പോർട്സ് പുഷ് സ്റ്റാർട്ടുള്ള തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൻ്റെ വില 3 ലക്ഷം രൂപ. ഫുൾ ലോൺ അവൈലബിൾ. മറ്റൊരു പ്രീമിയം വണ്ടിയാണ് 2019 മോഡൽ i20 ആണ്. i20 മാഗ്നയാണ്. 2019 മോഡൽ i20യുടെ വില വേറെ സിംഗിൾ ഓണറാണ്. 95,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 5 ലക്ഷം രൂപ. ഇതുപോലെ 2016 മോഡൽ നമ്മുടെ സെയിം വണ്ടിയുണ്ട്. അതിൻ്റെ വില വന്നേക്കുന്നത് 3,85,000. ഇത് റെഡാണ്, ഇത് വൈറ്റാണ്. എല്ലാം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കാരണം ആൾക്കാർക്ക് ബോറടിക്കും. ഒരു വണ്ടി കാണിക്കാന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ വില 2019 മോഡൽ i20 മാഗ്ന, നല്ല വണ്ടി, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ വില 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ വിത്ത് വാറണ്ടി കൂടി ഫുൾ ലോൺ നിങ്ങൾക്ക് വരുന്നത്. ഇത് ഹുണ്ടായി തന്നെ മറ്റൊരു ഡിമാൻഡുള്ള വണ്ടിയാണ്. ഹുണ്ടായി ഓട്ടോമാറ്റിക് ക്രേറ്റ ഡീസൽ. ഓട്ടോമാറ്റിക് ക്രേറ്റ ഡീസൽ ഓടിക്കാനുള്ള സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഇന്നേ വണ്ടിയാണ്. BMW ബെൻസ് ഓടിക്കുന്ന സുഖമാണ് ക്രേറ്റയ്ക്ക്. നമ്മളെപ്പോൾ ക്രേറ്റ എടുത്താലും ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ 26 ലക്ഷം രൂപ വിലയുള്ള ഈ വണ്ടിയുടെ വില 2017 ഓട്ടോമാറ്റിക്കാണ്, ഡീസലാണ്, ഫുൾ വേരിയൻ്റാണ്, ഡോക്ടർ ഓണറാണ്, സെക്കൻഡ് ഓൺ ടൈം. ഇതിൻ്റെ വില വന്നേക്കുന്നത് 9,50,000 രൂപ. ഇതിനടുത്ത് ലോൺ കൊടുക്കാം. 2017 ഓട്ടോമാറ്റിക് ബ്രസ ഡീസൽ വേരിയൻറ്റ്, ഫുൾ ഓപ്ഷൻ ടോപ്പ് വേരിയൻറ്റ്. വണ്ടിയുടെ വില 9,50,000 രൂപ. ഓൾമോസ്റ്റ് 9 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ, ഫോർഡിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയാണ് എക്കോസ്പോർട്ട്. വേറൊരു വണ്ടിയും അത്ര ഡിമാൻഡുള്ള അത്ര വലിയ സെറ്റപ്പും ഇല്ല. കാരണം ഇപ്പോഴും ഫോർഡ് നിർത്തിപ്പോയി എങ്കിലും ഡിമാൻഡും ഈ വണ്ടിക്ക് മാത്രമേ ഫോർഡ് മറ്റേ ഫിനാൻഷ്യൽ ലോൺ കൊടുത്തു. അത്രയും ഫോർഡ് എക്കോസ്പോർട്ട് ഒടുക്കത്തെ മലയാണ്. ഒരു 20 കിലോമീറ്റർ മേളിൽ മലയുണ്ട്. ദിവസം കുറവാണ്. അതാണ് എക്കോസ്പോർട്ട്. ഇതിൻ്റെ 2013 സെക്കൻഡ് വേരിയൻ്റാണ്. ഫ്രണ്ട്ലൈനാണ്. നല്ലൊരു ബാക്കി എല്ലാ വേരിയൻറ്റും. ഇതിൻ്റെ വില വന്നേക്കുന്നത് 2013 മോഡൽ സെക്കൻഡ് ഓണർ 1,16,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് വില. നല്ല വണ്ടിയാണ്. അടുത്ത് വാറണ്ടി കൂടി 3,50,000 രൂപ. 2013 മോഡൽ എക്കോസ്പോർട്ട് ഫ്രണ്ട്ലൈൻ, അതായത് AC പവർ സ്റ്റിയറിംഗ്, സെക്കൻഡ് ബാക്ക് വൈപ്പർ എല്ലാം ഉണ്ട്. റിവ്യൂ വെച്ചൊക്കെ എല്ലാ വണ്ടി വില 3,50,000 രൂപയ്ക്ക് നമുക്ക് 2013 ഈ വണ്ടി സർവീസ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി കൂടി എനിക്ക് വണ്ടി തരുന്നതായിരിക്കും. ഓക്കെ, ഇത് ടൊയോട്ടയുടെ ഏറ്റവും ഡിമാൻഡുള്ള വണ്ടികൾ അന്നും ഇന്നും ഇത് ഇന്നോവയാണ്. നമ്മൾ ഇന്നോവ മേടിച്ച ബാങ്ക് ഇടുന്ന പോലെയാണ്. ഇന്നോവ മനസ്സ് മേടിച്ചാൽ മതി, പിന്നെ അതിന് വലിയ സർവീസ് കോസ്റ്റൊന്നും വരില്ല.
അവിടെ കിടന്നോളും. അതാണ് മുതൽ, അതാണ് വണ്ടി. വണ്ടി ഇറങ്ങി അന്ന് മുതൽ ഡിമാൻഡുള്ള ഏറ്റവും ഡിമാൻഡുള്ള ബുക്കുകളുള്ള ഒരു വണ്ടി ഇന്നോവയായിരുന്നു. ഇപ്പോഴും വണ്ടി നിർത്തിയെങ്കിലും ഇപ്പോഴും ടയോട്ട ഏറ്റവും ഡിമാൻഡുള്ള വണ്ടി പഴയ മോഡൽ ഇന്നോവ തന്നെയാണ്, വേറെ സംശയമില്ല. ഇത് 2008 മോഡൽ ഇന്നോവയാണ്. പേപ്പർ റീടെസ്റ്റ് കഴിഞ്ഞു. വേറെ ന്യൂ ഷേപ്പാക്കി ഏതാണ്ട് 1.25 ലക്ഷം രൂപ വണ്ടിയെല്ലാം ഫ്രഷ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. 2008 മോഡൽ ഇന്നോവ G4 ന്യൂ ഷേപ്പ് പുതിയ പേപ്പർ വന്ന വില 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ 2008 മോഡൽ ഇന്നോവ G4 ന്യൂ ഷേപ്പ് വണ്ടി. ഏകദേശം നമുക്ക് ലോൺ ആവശ്യമുള്ള ഒരു ശ്രീറാം ലോൺ കിട്ടും. ഒരു 2-2.5 ലക്ഷം ലോൺ കൊടുക്കണം. 2008 ഇന്നോവ G4 ന്യൂ ഷേപ്പ് 4 ലക്ഷം രൂപ വിത്ത് വാറണ്ടി. ഓക്കെ. യുവാക്കളുടെ ഹരമായ മറ്റൊരു വാഹനമാണ് സ്കോർപിയോ. കാരണം ലീവ് എന്നാണ് ഇതിലൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോഴും ചെറുപ്പക്കാരെ പോലെ നിൽക്കാം. ഞാൻ യുവാക്കൾ എന്ന് ആർക്കും ഉപയോഗിക്കാം. ഇത് സ്കോർപിയോ 2009 മോഡൽ ന്യൂ പേപ്പറാണ്. ഈ പേപ്പറാണ്. 4 പുത്തൻ ടയർ. വേറെ ഒന്നും ചെയ്യാനില്ല, വണ്ടിയിൽ ഒന്നും പണിയും ചെയ്യാനില്ല. നല്ല സ്കോർപിയോ ഡ്രൈവേഴ്സ് വെഹിക്കിളാണ്. നല്ലൊരു സെറ്റപ്പായിട്ട് കംഫർട്ടായിട്ട് തോന്നുന്ന പോകണം. ഇനി എന്താവശ്യമായാലും ഇപ്പോൾ 2008 മോഡൽ ഇന്നോവ വിത്ത് വാറൻറ്റിയോടുകൂടി ഇന്നോവ കോട്ടെ സ്കോർപിയോ ഇതിൻ്റെ വില 2,50,000 നമുക്ക് 1.5 ലക്ഷം രൂപയാണ് ലോൺ കിട്ടുള്ളൂ. ഇത് പുതിയ പേപ്പറാണ്, റീടെസ്റ്റ് കഴിഞ്ഞാണ്. 5 ടയർ പുതിയതാണ്, വേറെ പണികളൊന്നുമില്ല. വിത്ത് വാറൻറ്റിയോടുകൂടി ഈ വണ്ടി 2,50,000 രൂപ. മറ്റൊരു ഇന്നോവയാണ്, കേരള വണ്ടി, സിംഗിൾ ഓണർ. 2014 ഇന്നോവ സിംഗിൾ ഓണർ. ഒന്നുമില്ല, നല്ല വണ്ടി. 8,50,000 രൂപയ്ക്ക് 2014 മോഡൽ ഇന്നോവ സിംഗിൾ ഓണറാണ്. വണ്ടി നമ്പർ തന്നെ അടിപൊളിയാണ്. 666 നമ്പർ സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെൻറ്റ് ഇല്ല, വിത്ത് വാറണ്ടി. ഈ വണ്ടിക്ക് ഒരു 3-4 വർഷം 2 കൊല്ലം പണി ഞാൻ വാറണ്ടി തരാം എഞ്ചിന്. പക്ഷേ ഇത് എഞ്ചിനൊന്നും ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല. 10 ലക്ഷം കിലോമീറ്ററോടെയാലും ഇന്നോവയ്ക്ക് ഒരു കുഴപ്പമില്ല. അതാണ് ഇന്നോവ. അടുത്ത കൊല്ലം വിറ്റാലും കാര്യമായിട്ട് പൈസ പോവില്ല. നല്ല അടിപൊളി വണ്ടി. 2014 മോഡൽ ഇന്നോവ G4 സിംഗിൾ ഓണർ. നോ റീപ്ലേസ്മെൻറ്റ് വിത്ത് വാറണ്ടി. 8,50,000 രൂപ. നമുക്കൊരു 7 ലക്ഷം രൂപയൊക്കെ ലോൺ കൊടുക്കാം. ചിലപ്പോൾ നല്ല ദിവസമാണെങ്കിൽ 7.5 ലോൺ കയറും. ഇതിൻ്റെ വില വന്നിട്ട് 8 രൂപ. 2014 മോഡൽ ഇന്നോവ G4 സിംഗിൾ ഓണർ. ഓക്കെ. വീണ്ടും മാരുതിയിലെ മറ്റൊരു ഡിമാൻഡുള്ള വണ്ടിയാണ്. ഇത് വാഗണാറാണ്. 2007 മോഡൽ വാഗണാർ. ടെസ്റ്റെല്ലാം കഴിഞ്ഞാണ്. ഇത് മറ്റൊരു അഡ്വാൻറ്റേജ് CNG ഉണ്ട്. CNG എന്ത് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 70,000 രൂപ. ഇതിക്ക് എന്ത് വിലയായി? 70,000 രൂപ CNG ഉണ്ട്. CNG എടുത്ത് കളയാം. 2007 മോഡൽ അത്യാവശ്യം സാധാരണക്കാർ വ്യക്തി വണ്ടിയാണ്. 2007 മോഡൽ വാഗണാർ CNG ആണ്. LPG അല്ല, CNG തന്നെയാണ്. CNG 70,000 രൂപ. നല്ല അന്വേഷിച്ചാൽ ഈ വണ്ടിക്ക് എന്തോ 70,000 കഴിഞ്ഞപ്പോൾ ഇതിന് എൻ്റെ വില വന്നത് 1.10. 2007 ആണ് വാഗണാർ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വില 1.10 ഒരു CNG മീറ്ററാണ്. ഓക്കെ. ഡീസൽ വണ്ടി മാറി നിർത്തിപ്പോയി ഭയങ്കര ചെറിയായി വണ്ടി കിട്ടാനില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാന്ന് പറഞ്ഞാൽ വണ്ടി വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ വില നീക്കല്ല. ഈ എല്ലാ കൊല്ലം ഇങ്ങനെ വണ്ടിയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വണ്ടി ഇത് 2010 മോഡൽ 11 ഡെലിവറിയാണ്. ഇതിൻ്റെ വില ഡിസൈറാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് LD ആയിരുന്നു. ഈ ഫോറിൻ്റെ ഒരു ചെയ്ത സെൻട്രൽ ലോക്ക് ഉണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് എഞ്ചിൻ നല്ലതാണ്. 1 കിലോമീറ്റർ ഓടിയുള്ളൂ. നല്ല കറക്റ്റ് കമ്പനി സർവീസ് മെയിൻറ്റെയിൻ വണ്ടിയാണ്. ഇത് 2010-11 ഡിസൈർ. ടാക്സി ഓടിക്കുന്നവനോ പാവപ്പെട്ടവനോ മറ്റേ വീട്ടിൽ ഉപയോഗിക്കാൻ എന്തിനും ഒരു മെയിൻ്റെനൻസ് ഒരു പണിയും വരില്ല. നല്ല മൈലേജ്. അതാണ് ഡിസൈറിൻ്റെ ഗുണം. ഒരു പണിയില്ല, നല്ല മൈലേജ് കിട്ടും. ഇവിടെ നല്ല കംഫർട്ടായിട്ട് വരിക, എവിടെ പണി കിട്ടും. ഇതിൻ്റെ വില വന്നിട്ട് 2 ലക്ഷം രൂപയാണ്. 2010. ഇതിനൊരു 1.5 വണ്ടിയാണ്. 2010 മോഡൽ ഫൈനൽ ഡെലിവറി. സ്വിഫ്റ്റ് ഡിസയർ LD ഓറിൻ്റെ ഇതിൻ്റെ നോ റീപ്ലേസ്മെൻ്റ് ആണ്. ആക്സിഡൻറ്റ് ഫ്രീ വണ്ടിയാണ്. ഇതിൻ്റെ വില വെറും 2 ലക്ഷം രൂപ. ഇത് ടയോട്ടയുടെ വീണ്ടും മോഡൽ. നേരത്തെ ഞാൻ ഈ വണ്ടി പുറത്തായിരുന്നു. ഇതിൻ്റെ കസ്റ്റമർ നമുക്ക് എന്നിട്ട് വേറെ വണ്ടി മേടിച്ചു. എനിക്ക് വേറെ കുഴപ്പമില്ല. കാരണം ഈ ടയോട്ടയ്ക്ക് എന്ത് കുഴപ്പമുണ്ടാകാനാണ്. ഇത് ടയോട്ട എറ്റ്യൂസ് ക്രോസാണ്. ടയോട്ട എറ്റ്യൂസ് ക്രോസ് 2015 മോഡൽ. ഇതിൻ്റെ വില 3 ഉണ്ടായിരുന്നു. ഇതിൻ്റെ വില വന്നിട്ട് വെറും 3.75. 2015 മോഡൽ എറ്റ്യൂസ് ക്രോസ് വണ്ടിയുടെ വില ഒരു 3.75. ഞാൻ 4.5 കൊടുത്തത്. പിന്നെ കൊടുത്ത് നമ്മുടെ വീണ്ടും വേണം. അതിൻ്റെ വില 3.75. 2015 മോഡൽ എറ്റ്യൂസ് ഏകദേശം ഒരു 3 ലക്ഷത്തേക്ക് ലോൺ ചെയ്ത് തരാം. ഒരു 3.75 തരാം. ഓക്കെ.
സാധാരണക്കാരൻ്റെ ഹുണ്ടായുടെ വണ്ടിയാണിത്. ഹുണ്ടായി ഇയോൺ ഞാനൊരു ക്ലാസ്സിലേക്ക് നേരത്തെ കൊടുത്തായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന് മേടിച്ചാണ് വീണ്ടും ഏതൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ വേറെ വണ്ടി മേടിച്ചു. 2 കൊല്ലം ലോൺ ഉണ്ടായി. ഇത് 2015 മോഡലാണ്. അയാൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല എന്നാലും പറഞ്ഞു, നല്ല വണ്ടിയെന്ന് പറഞ്ഞു. 2015 സിംഗിൾ ഓപ്ഷൻ സെറ്റർമെൻ്റായി. എന്താ കുഴപ്പമൊന്നുമില്ല. 2015 മോഡൽ ഇയോൻ്റെ വില 1,60,000 1,40,000 ലോൺ തരാം. ഒരു 10-15 ഉണ്ടെങ്കിൽ 2015 മോഡൽ ഇയോൺ 1,60,000. നമുക്ക് അതൊരു 5,000 താഴെ ഇറക്കി കിടക്കാം. ഒരു 10-15-20 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സാധാരണ പറ്റിയ വണ്ടിയാണ്. നല്ലൊരു കുഴപ്പമില്ല. വാറണ്ടി കൂടി 2015 മോഡൽ ഇയോൺ 1,60,000 വാറണ്ടി കൂടി ഞാൻ ഈ വണ്ടി തരാം. 2 ലക്ഷം രൂപ ആ ലോൺ കൊടുക്കാം. 10,000 ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. റെൻ്റ് കൊടുത്താൽ തന്നെ ഇതിൻ്റെ വണ്ടി നേരാവും. കാരണം നമുക്ക് സെറ്റപ്പായിട്ട് കൊടുന്നിറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, 2006 മോഡൽ സ്വിഫ്റ്റ് പേപ്പർ 2 കൊല്ലമൊക്കെ ഉണ്ടെന്നാണ്. ഇത് ലോൺ കിട്ടില്ല. 2006 മോഡൽ സ്വിഫ്റ്റ് VX നല്ല കറക്കം വണ്ടിയാണ്. ഇതിൻ്റെ വില വെറും 1,30,000. സെറ്റ് മാരുതി സ്വിഫ്റ്റിന് ഒരു പണിയും വരില്ല. അത് എല്ലാവർക്കും അറിയാം. സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് പണിയൊന്നും പറ്റില്ല. 2006 മോഡൽ സ്വിഫ്റ്റ് VXയുടെ വില 1,30,000 സ്വിഫ്റ്റ് വാറണ്ടി കൂടി തരുന്നതായിരിക്കും. ഓക്കെ, ഇത് 2005 മോഡൽ സാധാരണക്കാരൻ 4 പവറിൻ്റെ അലോയില് എല്ലാം ഉണ്ട്. നല്ല വണ്ടിയാണ്. വേറെ പുതിയ ടയറാണ്. 2005 വാഗണാർ ടോറിൻ്റെ പൊട്ടലോഗോ എല്ലാം ഉള്ള നല്ല കറക്കാൻ വണ്ടി. വെറും 65,000 രൂപ. ലോൺ കിട്ടില്ല, സോറി. പക്ഷെ നല്ല വണ്ടിയാണ്. 2005 മോഡൽ. 2025 8-9 പേപ്പർ തരും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ വില വന്നിട്ട് വെറും 60 രൂപ തരാം. 60,000 രൂപയ്ക്ക് 2005 മോഡൽ വാഗണാർ അല്ലെങ്കിൽ സെറ്റപ്പ് വണ്ടി വെറും 60,000 രൂപ. വീണ്ടും മറ്റൊരു എക്കോസ്പോർട്ടാണ്. 2013 മോഡൽ എക്കോസ്പോർട്ട്. ടോപ്പ് വേരിയൻറ്റ് വണ്ടിയാണ്. ടൈറ്റാനിയാണ്. കുറച്ച് കാശ് കൂടും. 2013 മോഡൽ ടൈറ്റാനി നല്ല വണ്ടി. സെക്കൻഡ് ഓർഡറാണ്. നല്ല വണ്ടി. 1 ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 3,75,000 രൂപ. 2013 എക്കോസ്പോർട്ട് ടൈറ്റാനിയം സൂപ്പർ വണ്ടിയാണ്. ടൈറ്റാനിയം പ്ലസ് 6 എയർ ബാഗ് വണ്ടിയാണ്. ഇതിൻ്റെ വില വന്നിട്ട് 3,75,000 രൂപ. വോൾട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ് ഡസ്റ്റർ. അന്നും ഇന്നും ഡസ്റ്റർ നിർത്തിപ്പോയി. ഡസ്റ്റർ ഡീസൽ ഇല്ല, ഭയങ്കര ഡിമാൻഡാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. നമ്മളെ ഈ 96 സിനിമയിൽ അതേ കളർ ഞാൻ ഈ വണ്ടി എടുത്ത പ്രൊമോഷൻ വണ്ടിയാണ്. 2007 ഏതാണ്ട് 58 കിലോമീറ്റർ ഓടിക്കുള്ളൂ. സിംഗിൾ ഓണർ, എറണാകുളം രജിസ്ട്രേഷൻ, സിംഗിൾ നല്ല കലക്കം വണ്ടി. ഇതിൻ്റെ വില വന്നിട്ട് 6,50,000 ഫുൾ ലോൺ തരാം. 2017 മോഡൽ ഡസ്റ്റർ സിംഗിൾ ഓണർ കലക്കം വണ്ടി. ഒന്നും പറയാനില്ല. വിത്ത് വാറണ്ടി കൂടി വണ്ടി വില 6,50,000 രൂപയ്ക്ക് ഓൾമോസ്റ്റ് 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ലോൺ തരാം. അന്നൊരു 15 ലക്ഷം രൂപ ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ തോന്നുന്നതാണ്. ലോസാണ് 85 ആണ്. 110 85 മലയില്ല. 110 85 വണ്ടി. ഇതിൻ്റെ വില വന്നിട്ട് ഇതിന് തന്നെ 110 2013 നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ വില നമുക്കൊരു 3 ലക്ഷം രൂപ കൊടുക്കാം. വൈറ്റാണ്. ഞാനത് ഫോട്ടോ ഇട്ടേക്കാം. ഇതിൻ്റെ വില 2017 മോഡൽ 85 വില. ഫുൾ ഓപ്ഷൻ വണ്ടി അലോയിലേക്കുള്ള സെറ്റ് വണ്ടിയുടെ വില. ഇന്നലെ സർവീസ് ഇറങ്ങി കൂടി വണ്ടി 650. ഓക്കെ, ഓട്ടോളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി ടയോട്ട പണി വരില്ല. നല്ല ഓട്ടോളവർക്ക് 2013 മോഡൽ 12 മോഡൽ 13 മാർച്ചാണ് രജിസ്ട്രേഷൻ. 3 ഓണറായി. ഇതിൻ്റെ വില ഇത് 1,15 കമ്പനി സർവീസാണ്. 2013 മോഡൽ എക്റ്റോസ്. 12 മോഡൽ 13 എക്റ്റോസ്. 3 ഓണറായ നല്ല വണ്ടി. എഞ്ചിന് നല്ല പക്കയാണ്. എഞ്ചിന് എക്റ്റോസിന് ഒരു കുഴപ്പം വരില്ല. എത്ര വളം വണ്ടിയാണെങ്കിലും എഞ്ചിന് ഒരു കുഴപ്പമില്ല. കൂടി അത്യാവശ്യം കുഴപ്പമില്ല വണ്ടിയാണ്. ഇതിൻ്റെ വില വരും 1 ലക്ഷം രൂപ. നമുക്ക് ഏതാണ്ട് 2-3 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 12 മോഡൽ 13 രജിസ്ട്രേഷൻ 3 മാസം എക്റ്റോസ്. ഡീസൽ 3 ഓണറായ വണ്ടി വില 3 ലക്ഷം രൂപ. ഓക്കെ, വീണ്ടും സാധാരണക്കാരൻ്റെ മറ്റൊരു വണ്ടിയാണ്. ഇത് സാൻഡ്രോയാണ്. ഇത് ടെസ്റ്റ് മുറിയിൽ കിടക്കുന്നത് 2009. ഈ കാണുന്ന അഡീഷണൽ ഈ വണ്ടിക്ക് ഒരു 40,000. ടെസ്റ്റൊക്കെ ചെയ്ത് ഗ്രാമറാക്കാനാണെങ്കിൽ 30,000 രൂപ കൂടും. 2009 മോഡൽ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ വില. ഈ കാണുന്ന അഡീഷണൽ 40,000 രൂപ. ടെസ്റ്റൊക്കെ ചെയ്ത് 30,000 വരും. 70,000 കൂടി 70,000 രൂപ പുതിയ വേപ്പോടി സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടി എനിക്ക് ഞാൻ 25,000 രൂപ സാൻഡ്രോ. ഇനി അതല്ല പേപ്പർ ചെയ്യുന്നില്ലെങ്കിൽ 40,000 രൂപ നിങ്ങൾക്ക് സാൻഡ്രോ തരുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു മാരുതിയുടെ വണ്ടിയാണ് റിക്സ് ഡീസലാണ്. റിക്സ് ഡീസൽ സ്വിഫ്റ്റ് ഭയങ്കര ഡിമാൻഡാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് 2011 മോഡൽ ഫ്രണ്ട് ക്ലാസ് പുതിയ വണ്ടി മാറ്റിത്തരാം.
വേറെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. 2011 ഉണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 1.65. 2011 മുതൽ ഡ്രസ്സ് LD ആണ്. ഇതിപ്പോൾ ഒരു 1.2 ലോൺ കിടക്കാം. 2011 മുതൽ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അത് മാറി തരുന്നതായിരിക്കും. 1.65 ഫുൾ സെറ്റപ്പായിട്ട് 2013 LD നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വെറും 1.65 2011 മുതൽ റിറ്റ്സ് LD. ഓക്കെ, ഓഫറാണ്. 2005 മോഡൽ സ്വിഫ്റ്റ്. അത് അടുത്ത കൊല്ലം പേപ്പർ ഏതാണ്ട് 8-9 തീരും. ഇതിൻ്റെ 2005 മോഡൽ സ്വിഫ്റ്റ് നല്ല ടയർ ഉപയോഗമാണ്. LXI ആണ്. 5000 വർഷത്തായിരിക്കും. ഇതിന് വേറെ അഡ്വാൻറ്റേജ് CNG വിറ്റിയുണ്ട്. ഈ CNG വിറ്റിയാണ് 70,000 രൂപ. CNG വിറ്റി വണ്ടി ഉള്ളിൽ കുടിക്കാൻ കൊണ്ടാൻ പറ്റില്ല. 140 അല്ലാണ്ട് വെറുതെ 140 രൂപ. ഈ വണ്ടിയുടെ വില വെറും 1 ലക്ഷം രൂപ. 2005 മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. ടയർ നല്ല പുതിയതാണ്. ഇപ്പോൾ CNG ആണ്. നല്ല വണ്ടി. വെറും 1 ലക്ഷം രൂപ. ഇതിൻ്റെ ആ ഒരു ഫാൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 മാസം മുമ്പ് ഒരു 15,000 രൂപ. വെറും OJക്ക് സ്വിഫ്റ്റ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദിയാണ് പറയാനുള്ളത്. നന്ദി പറയാൻ തീരില്ല. ഞാൻ ഈ എപ്പിസോഡിൽ കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഇനി കുറേ വണ്ടികൾ കാണിക്കാനുണ്ട്. എല്ലാ വണ്ടി കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വേറെ ബോറടിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നോട് സഹായിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിന് പക്ഷേ നന്ദിയുണ്ട്. ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആർക്കും താല്പര്യം നേരിട്ട് വരികയാണെങ്കിൽ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പെരുമ്പാവൂർ നമ്മുടെ ഷോറൂമിൻ്റെ പണി നടക്കുന്നുണ്ട്. കൂടാതെ എറണാകുളത്തൊരു ഷോറൂമിൻ്റെ പണി നടക്കുന്നുണ്ട്. അതാണെങ്കിലും ഈ പണി എൻ്റെ ഇറങ്ങി. അതാണ് ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഒരു വർക്കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ സർവീസ്, കാർ വാഷ്, വീൽ അലൈൻമെൻറ്റ്, ടയർ, ഇലക്ട്രിക് ചാർജ് സ്റ്റേഷൻ എന്ന പരിപാടികളൊക്കെയാണ് നമ്മൾ അടുത്ത 2 മാസത്തിൽ നമ്മുടെ ഇത് ഷോറൂമിൻ്റെ പണി പൂർത്തീകരിക്കാമെന്നാണ് ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എന്നോട് സഹകരിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കസ്റ്റമേഴ്സിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിക്കും ഒരു 90% ഞാനത് നിങ്ങൾക്ക് പരിഹരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് അഷ്വർ തരികയാണ്. വീണ്ടും അടുത്ത ഷോറൂം ഉദ്ഘാടനം കാണാമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നു. മനസ്സൊക്കെ പറയൂ സുഷ്.